പറഞ്ഞു എന്താ പറയുക എന്തുവാ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും. അങ്ങനെ നമ്മുടെ രേണു സുധിയുടെ പുതിയൊരു ലൈവും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് മേ ബി ഇത് കാണാനായിട്ട് ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം രേണുവിൻ്റെ വീഡിയോ കാണാൻ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് രേണുവിനോടുള്ള വെറുപ്പാണ് പ്രധാന കാരണം. ഒരുപാട് പേര് പറയുന്നുണ്ട് രേണുവിൻ്റെ വീഡിയോ നിർത്തണ്ട, രേണുവിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യണം. എന്നാൽ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇത് കണ്ട് മടുത്ത് വേറെ ടോപ്പിക് എടുക്കുകയെന്ന്. ഈ സ്ത്രീ ഇതൊന്നും നിർത്തുന്നില്ലല്ലോ. ഇവരെന്തെല്ലാം ന്യായീകരണമാണ് പറയുന്നത്. ചുണ്ട് പൊട്ടിയിട്ട് ഞാൻ നാക്ക് വെച്ച് അങ്ങനെ കാണിച്ചതാണ്, അത് നമ്മൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചതാണ്. ഏതൊക്കെ രീതിയിലാണ് ഇവർ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതിനൊന്നും ഒരു മനുഷ്യർക്കും ഇല്ല. ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ അയ്യോ വിധവയായ സ്ത്രീ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നോ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. എന്തായാലും നമുക്ക് രേണുവിൻ്റെ ലൈവ് കാണാം. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം, വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നേ, ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവില് കസിൻസൊക്കെ വിളിച്ചിട്ട് എന്താ രേണു കാണിക്കുന്നത് ചോദിച്ചത്. അവരൊക്കെ തന്നെ കണ്ണ് തള്ളിപ്പോയി. സ്വന്തം ബന്ധുക്കൾ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നാണം തോന്നില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ വന്നിട്ട് ന്യായീകരിക്കുവാണോ? അപ്പം ബന്ധുക്കൾ അങ്ങനെ ചോദിച്ചെങ്കിൽ അപ്പം വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? തങ്കച്ചനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല, ഇനി അവർക്ക് മേ ബി യാതൊരു കുഴപ്പവും കാണത്തില്ലായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു എന്താ പറയുക എന്തുവാ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ കേട്ടല്ലോ, അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാരത്താ ചോദിക്കുന്നത്. കുറേ പേരെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ അവരിത് അങ്ങനെ കാണിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അത് ഇൻസ്റ്റാഗ്രാം കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലേ, അത് നിങ്ങൾ എന്തിനാ എടുത്ത് വെളിയിടുന്നത്? കേട്ടല്ലോ, അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാറുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കാര്യം അവർക്ക് വേണ്ടത് റീച്ചാണ്, അത്രയേ ഉള്ളൂ. പിന്നെ രേണുവിൻ്റെ അടുത്ത് ഒരു കാര്യം, ഈ ഡ്രസ്സ് ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? അതായത് നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നിങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചുമ്മാതെ വന്നിരുന്നിട്ട് അങ്ങോട്ട് ഇടുന്നത് ഇങ്ങോട്ട് ഇടും, എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. രണ്ടാമത് ഇപ്പോൾ തൊപ്പിയൊക്കെ വെച്ചോണ്ടിറങ്ങിയിരിക്കുക കേട്ടോ പുള്ളിക്കാരത്തി. ഇനി ഈ വീഡിയോ എങ്ങാനും വേറെ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ആൾക്കാർ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ആളെ മനസ്സിലാകരുതല്ലോ. അതുകൊണ്ടാണ് ഈ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇവനെന്താ പറഞ്ഞേ, ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ അജാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? അയ്യോ, ഒന്നും കാണിച്ചിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്ത ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ, അത് മതി. രേണു ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. രേണു നമ്മളെ കണ്ടതിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ മിസ്റ്റേക്കാണ് കേട്ടോ. ഇത് ഇത്രയും ജനങ്ങൾ ഇവരുടെ ഈ വീഡിയോ കണ്ട അവരുടെ പ്രശ്നമാണ്. ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്ത് കോപ്പാ പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞതല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കും. എന്നെ പറഞ്ഞ എൻ്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. അത് നമുക്കറിയാമല്ലോ, രേണുവിൻ്റെ വായിരിക്കുന്ന വർത്താനം എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് എന്തൊരു വിളിയാണ് വിളിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതുമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ലൈവ് ഇത്രയും പ്രശ്നമായി കോൺട്രവേഴ്സി ആയിട്ടും ഇവരിത് നിർത്തുന്നുണ്ടോ? ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ പിന്നെയും ആൾക്കാരെ ഇട്ടങ്ങ് ട്രിഗർ ചെയ്യുകയാണ്. അതായത് കാര്യം ഇവർക്ക് ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. നമ്മൾ റിയാക്ട് ചെയ്യണം, എടുക്കണം, ഇവർക്ക് പിന്നെ റീച്ച് ഉണ്ടാവണം, കുറച്ചുകൂടെ സബ് കയറണം എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്,
എന്തുമാത്രം പ്രശ്നമായതായിരിക്കും ഇവരുടെ വീട്ടുകാരുണ്ട്. ആ കൊച്ചു കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുക. ഇനി ആ കുട്ടി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ഇത്രയും പ്രശ്നങ്ങളും വിവാദങ്ങളും ഇത്രയൊക്കെ ആയിട്ടും രേണു ഒരു മടിയും കൂടാതെ വീണ്ടും ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ സമ്മതിച്ച് തന്ന് ആ മരിച്ചു പോയ ആ ഒരു മനുഷ്യൻ നിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലോ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമോ? ഹായ് ഡിയർ, ഹായ്. ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാമല്ലോ. അല്ലാതെ ഇപ്പം ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ല, വിഷയമല്ലാത്ത കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ്വാദനം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ലൈവിനകത്തില്ല. മെജോറിറ്റി ആൾക്കാരും പറഞ്ഞൊരു സാധനമുണ്ട്, അത് കണ്ടപ്പോൾ ഛർദ്ദിക്കാനായിരുന്നു വരുന്നതെന്ന്. അതേപോലെ തന്നെ നിങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ചുണ്ട് പൊട്ടിയിട്ടാണ് ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾ തന്നെ ആ ലൈവ് എടുത്ത് വെച്ച് നോക്ക്, നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറപ്പാവുന്നില്ലേ എന്ന്. എന്തു അതിനകത്ത് ഇത്രവനെ ആസ്വദിക്കാനില്ല ഉള്ളത്? എന്ത് തേങ്ങ അതിനകത്ത് ഇരിക്കുന്നത്? ഉടനെ ഈ ലൈവ് ഇറങ്ങും, എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിരാണ്, മനസ്സിലായി? മയിരാണ്. കേട്ടല്ലോ, ചേച്ചിക്ക് മലരാന്നാണ് പറയുന്നത് ഈ ഒരു ലൈവ് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം ഇനിയെങ്കിലും ഇത് റിയാക്ട് ചെയ്യുന്ന, അതായത് നമ്മളെയൊക്കെ തെറി പറഞ്ഞുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് പറയുന്നത്, മേലാൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത്. അതായത് അവർക്ക് പ്രശ്നമില്ല, കാണുന്ന ജനങ്ങൾക്ക് പ്രശ്നമില്ല, ബാക്കിയുള്ളവരാണ് ഇവർക്ക് വേണ്ടിയിട്ട് കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ട്, അവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കട്ടെ. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് കൊടിയും പൊക്കിക്കൊണ്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടത് റീച്ചാണ്. അത് ഞങ്ങളിലൂടെ അവർക്ക് മാക്സിമം കിട്ടുന്നുമുണ്ട്. അതിനവർ എന്ത് അപരാധം കാണിക്കും എന്നുള്ള രീതിയിലോട്ടാണ് ഈ ഒരു സ്ത്രീ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന്. എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, രേണു ഈ ലൈവും കാര്യങ്ങളൊക്കെ പോകുന്നത് എനിക്കൊന്ന് സ്വന്തം വീട്ടിൽ ഇരുന്നിട്ടാണെന്നാണ് തോന്നുന്നത്. സ്വന്തം വീട്ടിലിരുന്ന് എല്ലാവരുടെയും ഫാമിലിയൊക്കെ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ലൈവ് എടുക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, പറയാതെ പറ്റത്തില്ല. ഓ അങ്ങനെ, സോറിടാ ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനോർത്ത് നീ എന്നെ തെറി പറയായിരിക്കും. ആ നാറുകൾ എന്ത് വേണേലും കാണിക്കട്ടെ, അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാം, പോവാം, ബൈ. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, വൈറലായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ബൈ. എന്തോ ഒരു കഷ്ടപ്പാടാന്ന് കണ്ടില്ലേ? അതായത് ഈ കഴിഞ്ഞ ലൈവിനകത്ത് ഇങ്ങനെ കറക്കിയൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ക്യാമറയുടെ മുന്നിൽ പുള്ളിക്കാരത്തേക്ക് ഏത് ആംഗിളിൽ ഇരിക്കണമെന്ന് പോലും അറിയത്തില്ല, മനസ്സിലായില്ലേ? അതായത് ഇനി ഏതെങ്കിലും കട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാലോ അങ്ങ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരത്തേക്ക് അറിയാം ഈ സാധനം ആൾക്കാരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കണ്ണിങ്ങാണ് കേട്ടോ വ്യക്തി. അപ്പം ഇനി നല്ല രീതിയിൽ നോക്കിയും കണ്ടുമൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. കാര്യം ആദ്യകാലത്ത് ഇതൊന്നും പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു എങ്കിലുണ്ടല്ലോ, വൻ രീതിയിലുള്ള എക്സ്ക്ലൂസീവ് സംഭവങ്ങൾ ഇവർ പുറത്തു വിട്ടാരെ. അപ്പം എല്ലാവർക്കും ബൈ, ടാറ്റ. ഓരോ ആംഗിളിലൊക്കെ ചെന്ന് ഇരിക്കുന്ന കണ്ടില്ലേ? എന്താ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ പോയിക്കോട്ടെ. ഫിൽറ്റർ മാറ്റാലോ? ഫിൽറ്റർ മാറ്റിയല്ലോ, ഇപ്പം ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. ഓക്കെ, ഫിൽറ്റർ മാറ്റി. ഓക്കെ, ഫിൽറ്റർ മാറ്റിയേ. ഫിൽറ്റർ മാറ്റി കൂട്ടാ. ഒഴിവാക്കിയല്ലോ ഫിൽറ്റർ. അപ്പം ഞാൻ പോകുന്നു.
ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ക്ഷമിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നവിടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ലവ് യു ഓൾ. ഓക്കെ, അപ്പം ഇത്രയാണ് സംഭവങ്ങൾ. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന്. നിങ്ങൾ തെറ്റായിട്ടൊന്നും പറയുമല്ലോ, നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതാദ്യം മനസ്സിലാക്കുക. അതിനുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരട്ടെ. കൂട്ടത്തിലുള്ള ഒരു മനുഷ്യർക്കും ബുദ്ധിയും വിവരവും ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് അതിശയം തോന്നുന്നത്. അതായത് ഞാൻ എന്തും ചെയ്തിട്ട്, അതായത് ഇവരങ്ങ് ഭയങ്കര വെല്ലുവിളിക്കുവാണ് നമ്മളെയൊക്കെ. ഇവർക്ക് എന്തും കാണിക്കാൻ പറ്റും, ഇതാണെന്ന്. താമസിക്കാതെ ചാനലടിച്ച് പോകാതെ നോക്കിയോ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് ഈ സാധനം എടുത്ത് കളയും. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. എന്തായാലും വേറൊന്നും കൂടെ ഉണ്ട്, ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട്. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. കണ്ടോ, ഇവർ മനഃപൂർവ്വം ചെയ്തൊരു പ്രവൃത്തി. ഇവർക്ക് വേണ്ടത് ഇതായിരുന്നു. അത് ഇനിയും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ബാക്കിയുള്ളൂ. ഓക്കെ, അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്? അതും എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ ഈ ഒരു സ്ത്രീ ഇതൊന്നും ജനങ്ങളൊന്നും കാണത്തില്ലായിരിക്കും എന്നും പറഞ്ഞായിരിക്കും ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നതെന്ന്? ഇത് തീർച്ചയായിട്ടും ഇവർ സ്വഭാവത്തോടെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് ഇവരെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒരു മനുഷ്യരും. എനിക്ക് തോന്നുന്നില്ല ഇവരുടെ കുടുംബക്കാർ പോലും ഇവരെ മനസ്സിലാക്കിയിട്ടില്ല നേരെ. ശരിക്കും മറ്റേ സുധിയുടെ മൂത്ത മകൻ്റെ കാര്യം നാളേക്ക്, മൂത്ത മകനും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇമാതിരി വീഡിയോസൊക്കെ ഓരോന്ന് കയറി വരുമ്പം അവരെയൊക്കെ സത്യം പറയുന്ന നാണം കെടുത്തുള്ളൂ. സുധിയുടെ അമ്മയുടെ കാര്യം ആലോചിച്ച് നോക്ക്. ആ ഫാമിലി മുഴുവനും നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായത്. ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണുസുധി കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ, ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും കടിക്കത്തില്ല. രേണുസുധി ചുണ്ട് കടിച്ചപ്പോൾ അത് വൈറലായി. കടിക്കട്ടേടാ അത് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലടാ കുട്ടാന്നല്ലാതെ എന്താടാ കുട്ടാ പറയുക. എനിവേ, എന്നെ വീണ്ടും പേര് കയറ്റിയതിന് ഒരുപാട് താങ്ക്സ്. അപ്പം ആദ്യത്തെ ഒരു അറിവാണ് ഈ ഫോണിൽ കൂടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നുണ്ട് ഞാൻ ചുണ്ടല്ലേടാ കടിച്ചേ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ വേറെ പലതും കടിക്കുകയോ കടിക്കാതിരിക്കുകയോ അത് ജനങ്ങളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല, പറയാനായിട്ട് താല്പര്യമില്ല. കാര്യം പറഞ്ഞ് നമ്മൾ മടുത്ത്. ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഫണ്ണെന്നുള്ള രീതിയിൽ ഈ ഒരു സാധനം കാണാമെന്നല്ലാതെ എന്താ ചെയ്യേണ്ടത്? എത്രയോ സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് അറിയാം. ഒരുപാട് വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരൊക്കെ പറയുന്നത് കേൾക്കണം. ഞങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഒരു സ്ത്രീന്ന്. കാര്യം ഞങ്ങളുടെയും കൂടെ പേര് നശിപ്പിക്കാനായിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചതെന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.